വാർത്ത SFIക്കാരെ കൊണ്ട് പോലീസുകാർക്ക് പോലും ഗതിയില്ലാത്ത അവസ്ഥ. നമുക്കൊരു വീഡിയോ കാണാം, കണ്ടിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അതെ, ഞാൻ മാപ്പ് പറയണം മക്കളെ, മാപ്പ് എന്നോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിക്കോട്ടെ, മാപ്പ് ഇട്ടോ മോൻ പോയിക്കോ, മാപ്പ് ഇട്ടോ, മാപ്പ് എല്ലാത്തിനും മാപ്പ്. ഇനി എന്താ മോനെ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, മോൻ പോയിക്കോ മോനെ. ഞാൻ രണ്ടാമതോട് മാപ്പ് സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടോ, ഇനി ആരോടെ പറയണ്ടേ, ഇനി ആരോടെ മാപ്പ് പറയണം. വീഡിയോ കണ്ടല്ലോ. അതായത് സംഭവം കോഴിക്കോടാണ്. ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ സംഘടിച്ച് നിന്നപ്പോൾ പിങ്ക് പോലീസ് വനിതാ ASI വന്ന് പറയുന്നു, ഇവിടെ സംഘടിച്ച് നിൽക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ, പിരിഞ്ഞു പോകൂ എന്ന് പറയുന്നു. പോയ കുട്ടികൾ SFIയുടെ പ്രാദേശിക നേതാവുമായി തിരിച്ചു വരുന്നു. പോലീസുമായി സംസാരമുണ്ടാകുന്നു. വനിതാ പോലീസ് അവസാനം മക്കളെ മാപ്പ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക്, അതായത് SFIയുടെ പ്രാദേശിക നേതാവിനെ വരെ കേരളത്തിലെ പോലീസുകാർക്ക് ഭയമാണ്. അവരെ കാണുമ്പോൾ വരെ ഇവിടുത്തെ പോലീസുകാർക്ക് മുട്ടിടിക്കുന്നു. ഇവിടുത്തെ പോലീസുകാർ CPMന്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയും പറയാം. കാലങ്ങളായി ഏകദേശം ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും രണ്ടാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ പോഷക സംഘടനകളും ഇടതുപക്ഷത്തെ നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. കൊയിലാണ്ടിയിലെ അവിടുത്തെ ബസ് സ്റ്റാൻഡ്, കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ കുറച്ചു നാളുകളായി കൊയിലാണ്ടിയിലും ബസ് സ്റ്റാൻഡ് പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായി കാണപ്പെടുന്നു എന്നുള്ളൊരു വലിയ പരാതി അവിടെ നിന്നുള്ള കച്ചവടക്കാരുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ ഈ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടിയിലെ പോലീസ് നിഷ്ക്രിയരാണ്, അവർ ഇതിന് കൃത്യമായി നടപടിയെടുക്കുന്നില്ല, ലഹരി വ്യാപകമായി ഒഴുകുന്നു എന്നുള്ള പരാതികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുൻപ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് MDMAയുമായി പിടിയിലായ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയപ്പോഴാണ് എക്സൈസിന് ഒരു വിവരം കിട്ടുന്നത്. കൊയിലാണ്ടിയിലും അതുപോലെ തന്നെ വടകരയ്ക്ക് ഇപ്പുറത്തുള്ള കൊയിലാണ്ടി പയ്യോളി മേഖലകളിലായിട്ടാണ് ഈ MDMAയുടെ വിൽപ്പന ഇയാൾ നടത്തുന്നത്. ഇയാൾ ഒരു മൊത്ത ഹോൾസെയിൽ വിൽപ്പന വ്യാപാരിയാണ്. എടുത്തു കൊണ്ടുവന്ന ഒരു ഏജന്റ് പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ. മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, അവരവിടെ വ്യാപകമായി ഇത് കൊടുക്കുന്നു എന്നുള്ള വിവരം ഈ എക്സൈസിന് കിട്ടുന്നത്. ആ എക്സൈസ് ഓഫീസറോട് നമ്മൾ കൃത്യമായി അതിൻ്റെ ഞാൻ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാൾ, ഞാൻ അന്ന് കൃത്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ വ്യാപകമായി ലഹരിയുടെ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് കൊയിലാണ്ടിയിൽ പല ഭാഗങ്ങളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഈ കഞ്ചാവ് ഉപയോഗിച്ച അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതോടനുബന്ധിച്ച് നടന്ന ചില പരിശോധനകളിലൊക്കെയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ രീതിയിലുള്ള ഈ വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥിനികൾ കൂടെ ഇതിൽ പങ്കാളികളാവുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ഒരു മേൽനോട്ടം, ഒരു വൈകുന്നേരങ്ങളിൽ പോലീസിനെ അവിടെ വിന്യസിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നു. പോലീസ് എല്ലായ്പ്പോഴും ഈ കൊയിലാണ്ടിയിലെ ആ പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ അവരുടെ ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പെട്രോളിംഗ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിദ്യാർത്ഥികൾ കൂടി നിന്ന് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കുറച്ച് വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അവിടെയുള്ള വനിതാ പോലീസ് പോവുകയും എന്താണ് കാര്യം, ഇവിടെ എന്താണ്, എങ്ങനെ ചോദിക്കുകയും ആ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാര്യം പറയുകയും അപ്പോൾ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള ഒരു എൻക്വയറി, അതായത് ഒരു ചോദ്യം അവർ ചോദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത്, സംശയം ഇല്ലാത്ത സമയത്ത് അവരോട് ശരി എന്നാൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക്, ഒരു ഉൾഭാഗത്തേക്ക് നിന്നിരുന്ന ആളുകളോട് മാറി നിൽക്കാനാണ് പോലീസുകാരി ആവശ്യപ്പെട്ടത്. കാരണം ബസ് സ്റ്റാൻഡിനകത്തേക്ക് വരുന്ന ആളുകൾ ബസ് കയറി പോകാനാണല്ലോ വരുന്നത്, അല്ലാതെ ബസ് സ്റ്റാൻഡിന്റെ മുക്കിലും മൂലയിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ പോയി നിന്നുകൊണ്ട് രഹസ്യാത്മകമായ കാര്യങ്ങൾ ചെയ്യാനല്ലല്ലോ. ഇത് ഞാൻ കപട സദാചാരവാദത്തിന്റെ ആ രീതിയിലല്ല സംസാരിക്കുന്നത്. ഒരാണും പെണ്ണും എവിടെയെങ്കിലും ഇത് സംസാരിക്കുന്നത് കൊണ്ട് അത് എന്തെങ്കിലും മോശമാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മൂലയിലൊക്കെ പോയി നിന്നുകൊണ്ട് ലഹരി ഉപയോഗത്തിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള മാതൃകയിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം
സന്ദർഭം ഒരുക്കാനുള്ള ഒരു സാധ്യത ഇവർ തേടുന്നുണ്ടെങ്കിൽ അതിനെ തടയുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് തന്നെയാണ് അവിടുത്തെ വനിതാ പോലീസുകാർ ചെയ്തത്. ആ സമയത്താണ് ഈ കുട്ടികൾ തിരിച്ചുപോയി SFI നേതാക്കളോട് പരാതി പറയുകയും അങ്ങനെ SFIയുടെ ഒരു വനിതാ ഭാരവാഹി ഉൾപ്പെടെ കുറച്ച് ആളുകൾ സംഘടിക്കുകയും ഇവരോട് പോലീസുകാരിയോട് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു, ഞങ്ങളുടെ മറ്റു കാര്യങ്ങളെ ചോദ്യം ചെയ്തു, നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ചോദ്യം ചെയ്യാനുള്ളത് എന്നുള്ള ഏറ്റവും പുരോഗമനപരമായ നിലപാടിലൂന്നി ഇത്തരം വൃത്തികേടുകളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ഇവർ പറയുകയാണ്, എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോയാണ് നിങ്ങളെ കണ്ടത്, നിങ്ങൾ ഇതിൻ്റെ പുറത്ത് പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മാപ്പ് പറയുന്നു. അതവർ പറയുന്നത് പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാപ്പ് പറ്റിപ്പോയി, നിങ്ങൾ നശിക്കാതിരിക്കും, എന്ത് വേണം ചെയ്യട്ടെ, മാപ്പ് പറ്റിപ്പോയി, എനിക്ക് വേണമെങ്കിൽ സർക്കാർ ശമ്പളം തരുമായിരുന്നു അവിടെ കുത്തിയിരുന്നാൽ, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമ്മൾ നോക്കിയാൽ അതിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ വിട്ട സമയത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് വനിതാ ASIയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് പോലീസ് തിരിച്ചു പോകാൻ പറയുന്നു. ഈ സമയം അവിടെ നിന്ന് പോയ വിദ്യാർത്ഥികൾ SFI പ്രാദേശിക നേതാവുമായി എത്തി പോലീസിനോട് കയർത്തു. ASI മാപ്പ് പറയണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഇതോടെ വനിതാ ASI മാപ്പ് പറയുകയും സംഘർഷ സാഹചര്യം ഒഴിവാക്കാനാണ് താൻ കുട്ടികളോട് മാപ്പ് പറഞ്ഞത് എന്നാണ് ASI പറയുന്നത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികളായതിനാൽ തനിക്ക് പരാതിയില്ല എന്നാണ് ഈ ASI വീഡിയോയിൽ പറയുന്നത്. അവരുടെ ഗതികേടായിരിക്കാം. കാരണം SFIയുടെ പ്രാദേശിക നേതാവാണ്. അധ്യാപകർക്ക് കുഴിമാടമുണ്ടാക്കിയവരാണ് SFIക്കാർ. പഠിക്കുന്ന കോളേജിലെ അധ്യാപകയ്ക്ക് കുഴിമാടമുണ്ടാക്കി റീത്ത് വച്ചവരാണ് SFIക്കാർ. അതുകൊണ്ട് ഇവർ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ അഴിഞ്ഞാടും, എങ്ങനെയൊക്കെ ഇവർ പ്രതികാരം തീർക്കും, എങ്ങനെയൊക്കെ ഇവർ ഒരാളെ സമൂഹത്തിൽ നാണം കെടുത്തും. എന്തിനേറെ പറയുന്നത്, ഗവർണറെ വരെ നട റോഡിലിട്ട് നാണം കെടുത്താൻ ശ്രമിച്ചവരാണ്. ഗവർണർക്ക് ചങ്കുറപ്പ് നട്ടലുമുള്ളത് കൊണ്ട് SFIയുടെ ഓലപ്പടക്കമൊന്നും അവിടെ പൊട്ടിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ASI അവരൊരു സത്യസന്ധയായ ഉദ്യോഗസ്ഥ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് SFIയെ ഭയമായതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത്, കൊച്ചുകുട്ടികളല്ലേ, എനിക്ക് പരാതിയില്ല, ഇതിൻ്റെ പേരിൽ എനിക്കിവിടെ ജീവിക്കണം. കാരണം എന്തെങ്കിലും പരാതി എടുത്താൽ നാളെ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർക്കറിയാം. SFIക്ക് പോലീസിനകത്തുള്ള സ്വാധീനം എന്താണെന്ന് ഒരു ASI കൂടിയായി അവർക്കറിയാം. അതുകൊണ്ട് അവർ പറയുകയാണ്, എനിക്കിതിൽ പരാതിയില്ല, ഞാൻ എവിടെ വേണമെങ്കിലും മാപ്പ് പറയാം, ഇനി പൊതുനിരത്തിൽ മാപ്പ് പറയണോ മാപ്പ് പറയാം, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് പരാതിയില്ല. പറയുന്നത് ഒരു പോലീസുകാരിയാണ്. അപ്പോൾ ഈ SFIക്കാർ ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനുമില്ല. ഭരിക്കുന്നത് ഞങ്ങളുടെ സർക്കാരാണ്. അതുകൊണ്ട് പരസ്യമായി ഇവിടെ വ്യഭിചാരം നടത്തിയാലും SFI കൂടിനുണ്ട് എങ്കിൽ ആർക്കും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പിങ്ക് പോലീസിന് പൊതുവെ ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ വന്നിരിക്കുന്ന പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പിങ്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ ഇവർക്ക് പെട്ടെന്ന് ചൊറിച്ചിലുണ്ടാകും. ഇവരുടനെ അവരെ അടിച്ചോട്ടിക്കുക, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അച്ഛൻ്റെ നമ്പറുടെ അമ്മയുടെ നമ്പറുടെ ഇപ്പോൾ വീട്ടിൽ വിളിച്ച് പറയണം, ഇങ്ങനെയൊക്കെ ചെറിയ ക്രിമിത്തരങ്ങളൊക്കെ പിങ്ക് പോലീസിൻ്റെ കയ്യിലുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൂട്ടം കൂടി നിന്നവർ ഇനി കൂട്ടം കൂടി നിന്ന് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് ഇത് പോണ്ട എന്ന് കരുതിക്കൊണ്ടായിരിക്കാം ഈ വനിതാ ASI ചിലപ്പോൾ അവരെ ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഈ പിള്ളേർക്ക് പോയ കുട്ടികൾക്ക് SFIക്കാരുമായി എത്രത്തോളം അടുപ്പമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് പ്രശ്നം സംഘർഷഭരിതമാകാതിരിക്കാൻ അവർ പറഞ്ഞു, മാപ്പ് പറയാം, ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു സാധാരണക്കാരനെയാണ് ആ പിള്ളേർ വിളിച്ചുകൊണ്ട് വന്നത് എങ്കിൽ ഈ ASI മാപ്പ് പറയുമായിരുന്നോ? തീർച്ചയായും മാപ്പ് പറയുമായിരുന്നില്ല. മാത്രമല്ല ഇന്ന് ഭരണത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു അഹങ്കാരം വരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്, നമ്മളല്ല പറയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPMന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ പറയുകയും അത് SFI നേതാക്കളോട് പരസ്യമായി വിളിച്ച് പറയുകയും ചെയ്ത് CPMന് തന്നെ നാണക്കേടായ അവസ്ഥയുണ്ട്. പക്ഷേ കൊയിലാണ്ടിയിലെ SFIയുടെ ഏരിയ സെക്രട്ടറി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് പുരോഗമന നിലപാടൊക്കെ സ്വീകരിക്കുന്ന വളരെ ഒരു നല്ല വ്യക്തിയാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, അവിടെ ആരാണ് ഇങ്ങനെ കുറ്റകരമായി പെരുമാറിയത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. എന്ത് തന്നെയായാലും ആരുടെ ഭാഗത്തെ തെറ്റായാലും മാതൃകാപരമായ നടപടികൾ ഉണ്ടാവട്ടെ. ആ വനിതാ പോലീസുകാരിയെ ഒരു ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് ഏത് കാരണവശാലും ഒരു നിയമം പാലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ ഈ തരത്തിൽ ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അതിന് ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട്. പരാതി ഉണ്ടെങ്കിൽ കൊടുക്കണമായിരുന്നു.
അതിന് നിയമത്തിന്റെ വഴിയെ പോകണമായിരുന്നു. അല്ലാതെ ആൾക്കൂട്ട വിചാരണക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന SFIയും CPM പോലുള്ള ആളുകൾ തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കി അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും.